ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മധുരയിലാണ്. ഇന്നലെ ഞങ്ങൾ ലോറിയിലെ ഷില്ലോങ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നിവിടെ വന്ന് സ്റ്റേ ചെയ്താണ്. ഇനി അടുത്ത ട്രിപ്പ് നമ്മുടെ എൻഡോറയിലായിരിക്കും. ഇന്നലെ അല്ല, ഇന്നാ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തേ. രാത്രി 1 മണി ആയില്ലായിരുന്നോ? ഇന്നലെ ലേറ്റ് ആയിട്ട് ഇറങ്ങോണ്ട് എല്ലാരും എഴുന്നേക്കാൻ വൈകി. അതുകൊണ്ട് റെഡിയാ വന്നപ്പോഴേക്കും 11 മണിയായി. ഇന്ന് നമ്മള് മധുരയിൽ നിന്ന് വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. ഫാമിലി വ്ലോഗിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം ട്രാവൽ ആയിരുന്നില്ല, അതുകൊണ്ടാ ഫാമിലിയിലോട്ട് ചെല്ലുന്നോളല്ലേ ഇനി. ഇന്നത്തെ നമ്മുടെ മെയിൻ ഡ്രൈവർ മുത്താണ്. ഒരാൾ ഇൻട്രോ ഒക്കെ നല്ല രാവിലെ ഇൻട്രസ്റ്റിന് പറഞ്ഞേച്ചതേ ഉറങ്ങാൻ കിടന്നു അച്ചയുടെ മടിയിൽ. കാണുന്നില്ല, വണ്ടിയിലേക്ക് കയറിയപ്പോ ചെറിയൊരു ക്ഷീണം. ലോറിയിലാണെ ക്ഷീണമില്ലായിരുന്നു. അതെ, ഞങ്ങൾ താറിന് പോയില്ലേ അവിടെ ചെന്നിട്ട് ഷില്ലോങ് ഇറങ്ങാൻ. താറയിലോട്ട് കയറിയപ്പോഴും ഇങ്ങനെ മുഖം വരുന്നത്. ഒരു കാര്യം ചെയ്യാം കുഞ്ഞികളെ, നമ്മുടെ വണ്ടി അവിടെ ലോഡ് ഇറക്കുന്നുണ്ട് കമ്പനിയിൽ. അപ്പോൾ ആ മില്ലുൻ്റെ കൂടെ വിടാം. അപ്പോൾ ഹിന്ദി പഠിക്കുകയും ചെയ്യാം. പുള്ളിക്ക് ഹിന്ദിയേ അറിയത്തുള്ളൂ. തിരിച്ചു വിടുന്ന ലോഡൊക്കെ കയറ്റി നിങ്ങൾ എൻ്റെ കൂടെ വന്നേരെ. അതെ, മില്ലാണ് തന്നെ ഉള്ളൂ, ഒരു കിളി ആവശ്യമുണ്ട്. ഹിന്ദി പഠിക്കുകയും ചെയ്യും കേട്ടോ, നല്ലപോലെ. എന്നുവെച്ചാൽ അപ്പോൾ എന്നിട്ട് വന്നിട്ട് നമുക്ക് ചേട്ടാച്ചനോട് ഹിന്ദിയിൽ തകർക്കണം. ചേട്ടാച്ചൻ എന്തി? ചേട്ടാച്ചൻ ഇതേ പുറകിൽ. ചേട്ടാച്ചൻ ഏറ്റവും പുറകിലോട്ട് വിട്ടു. ഉറങ്ങിയവൻ. എടാ ഇങ്ങോട്ട് തല നോക്കി കാണിച്ചടാ. എന്നെ കാണുന്നില്ല. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, കാണുന്നുണ്ട്. രാമൻകുട്ടി ഉറങ്ങിയോ? അപ്പം നമ്മൾ മധുര തൃച്ചിറ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മധുര ചെന്ന തേനി, കമ്പം, കുമളി വഴിയാണ് നമ്മൾ പോകുന്നത്. ഉസിലമ്പട്ടി, ആണ്ടിപ്പെട്ടി, തേനി, ചിന്നമന്നൂര്, കമ്പം, അങ്ങനെയാണ് പോകുന്നത്. ഉസിലമ്പട്ടി പെൺകുട്ടി മുത്തുപ്പേച്ചി, അങ്ങനെ ഒരു പാട്ടും ഉണ്ട് കേട്ടോ, നല്ല ഒരു ഹിറ്റ് പാട്ടാണ്. അല്ല, ഇവനെ തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമായി ഈ രാജേഷ് ബ്രോയ്ക്ക്. പണ്ട് തൊട്ടേ, ചെറുപ്പം തൊട്ടേ പാട്ട് പാടിയത് രാജേഷ് ബ്രോയാണ്, ക്യാമറാമാൻ അല്ല കേട്ടോ. സൗണ്ട് ഒരുപോലെ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഏട്ടന്റെ സൗണ്ട് പ്രത്യേകം പറഞ്ഞത്. ഏട്ടന്റെ സൗണ്ടൊക്കെ കേട്ടാലറിയാം, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പാട്ട് പാടുമെന്നാ പറഞ്ഞത്. ആ അതെ, വണ്ടി ലോഡ് ഇറക്കാൻ കമ്പനി പോയി ഇറക്കാം. ഗേറ്റിൽ വെളിയിൽ പാർക്കിംഗ് കിടക്കുന്നേ ഉള്ളൂ. ആ ഇവിടെ എംസാൻഡ് ഒക്കെ ആയല്ലോ തമിഴ്നാട്ടിൽ. ഇത് എംസാൻഡും ഉണ്ട്, മണലും ഉണ്ട്. അല്ല, ഇവിടെ ഈ നദിയിൽ നിന്നൊക്കെ മണൽ വാരുന്നതാണല്ലോ. ആ മണൽ വാരുന്നുണ്ട്, പക്ഷേ എംസാൻഡും ഉണ്ട്. മണൽ വണ്ടിയുണ്ട്, എംസാൻഡ് വണ്ടിയുണ്ട്. ഇത് തൂത്തുക്കുടി നേരെ റൈറ്റിലേക്ക് മധുര. ഈ കഴിവ നേരെ തൂത്തുക്കുടിയാ കേട്ടോ. ആണോ? തൂത്തുക്കുടി പോയാൽ ഉപ്പ് കയറ്റിക്കൊണ്ട് വരായിരുന്നല്ലോ. ഉപ്പ് കയറ്റിക്കൊണ്ട് പോയാ രണ്ടോറിനോന്ന് കേട്ടോ. ആ രണ്ടവറിലാണ് കേട്ടെ. അത് ശരിയല്ല, നമ്മുടെ ഇപ്പൊ ഉള്ള വണ്ടി കണ്ടവരല്ലേ. അല്ല, ഇതിനകത്ത് ആവശ്യത്തിന് അധികം ലോഡുണ്ട്. ഇനി ഇവിടെ എവിടെ കൊള്ളാനാ. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ലേക്ക് ഉണ്ട്, വണ്ടിയൂർ ലേക്ക്. അപ്പം നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം പോകുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതാണ് വണ്ടിയൂർ ലേക്ക്. ഞാൻ ഓർക്കും ഇത് തന്നെ അന്നൊരു സൗണ്ട്, ഒരു അപശബ്ദം. കുഞ്ഞുങ്ങളി വാള് വെക്കണോന്ന് വിചാരിച്ചു. അല്ലല്ല, ലേക്കിനകത്ത് മുങ്ങാൻ വേണ്ടിട്ടാ. അതിന്റെ സിഗ്നൽ അത്. സ്കൂളിലെ ബുക്ക് മേടിക്കാൻ പോയപ്പോഴേ എന്നോട് ടീച്ചർ ഗംഗ വന്നോന്ന്. വന്നിട്ടില്ലെന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ടീച്ചർ വിളിക്കാൻ കൂടെ ചെയ്തു, വീഡിയോ കണ്ട ഉടനെ. എന്നോട് ചോദിക്കണേ ഗൗതമിന്റെ അനിയത്തി തന്നെയാണോന്ന്. രണ്ടുപേരും ഒരു ടീച്ചറെ പഠിപ്പിക്കുന്നത്. ഗൗതം ഇങ്ങനെയല്ലല്ലോന്ന്. മിണ്ടുകയല്ലെന്ന്. അമ്മയും അച്ഛനും വന്ന് പറയാൻ പറ്റായിരുന്നു. ഗൗതം അച്ഛനും കുഞ്ഞിക്കളി അമ്മ. അത് മനസ്സിലായില്ലായിരുന്നു അല്ലേ? ഞാനോട് ടീച്ചറിന്റെ അമ്മ എന്താ പോന്നോ. എന്നാ പിന്നെ മഞ്ഞു മിസ്സിനോട് എന്താ എന്റെ ഹോളിഡേ ഹോംവർക്ക് വേറൊരു കാര്യമുണ്ട് കുഞ്ഞിക്കളി. മിസ് ഇതൊക്കെ കാണും, കേക്കും. എന്നാന്നറിയോ, അമ്മയോട് വിളിച്ച് ഹോംവർക്ക് ചെയ്താൽ പറയുന്നത്. ഞാൻ ചെയ്തില്ല കേട്ടോ. ഇവിടെ എല്ലാം വഴിപണി നടക്കുക, അതിന്റെ മൊത്തം പൊട്ടിയാണല്ലോ.
നമ്മളെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അടുത്തോടാണോ പോന്നെ? അതിന്റെ സൈഡിൽ കൂടാ പോന്നെ. ഇനിയിപ്പം മധുര മീനാക്ഷി ക്ഷേത്രം കാണാനിവിടെ കയറണം. ഇന്നിനിയിപ്പോ കേറാൻ സമയമില്ല. ഓ ഇനിയും കയറണ്ട. പണ്ടങ്ങാണ്ട് വന്നു ഒത്തിരി നാള് മുമ്പ്. അതൊക്കെ ഇനി ഒരു ദിവസം വരാം. ഇപ്പൊ ഉച്ചപൂജയുടെ സമയമാണ്. ആ നട അടച്ചു. നല്ല തിരക്കാ. ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ല, അതുകൊണ്ടാ. ഇന്നലെ നിങ്ങൾ രാത്രി വന്നപ്പോ ഈ തിരക്കുണ്ടായിരുന്നു? ഇല്ല, ഫ്രീ ആയിട്ട് പോരുമായിരുന്നു. രാത്രി പിന്നെ തിരക്കാണോ? വല്ല വണ്ടിയുണ്ടോ? അപ്പൊ ഈ മധുരയ്ക്ക് വലിയ ബൈപ്പാസ് ഒന്നും ഇല്ലേ? നമ്മൾ ആ തൃശ്ശൂർ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നതല്ലേ. മധുരയ്ക്ക് ബാക്കി ആ ഹൈവേകൾക്കൊക്കെ ബൈപ്പാസ് ഉണ്ടല്ലോ. ഇപ്പോൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഈ വഴിയുള്ളെന്ന് തോന്നുന്നു. ആ ഇതേ മധുരൈ മെഡിക്കൽ കോളേജ്. അത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ട മെഡിക്കൽ കോളേജായിരുന്നു പുറകിൽ. ഇത് അമേരിക്കൻ കോളേജ്. ഈ സൈഡിൽ കാണുന്ന വൈഗാനദി കേട്ടോ. വെള്ളമൊക്കെ വളരെ കുറവ്. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമായത്. ആ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടെന്ന് തോന്നുന്നു. ചെക്ക് ഡാം. ആ പാലത്തിന്റെ അടിയിലല്ല എന്തോരം ആൾക്കാർ. നിൽക്കി നമുക്കേ ഈ കുഞ്ഞിക്കിളി ഇതിനകത്തൊന്ന് മുക്കിയിട്ട് പോവാം. എന്നാന്നറിയോ, നല്ല വെള്ളമാണ്. അതിന്റെ നടുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ക്ഷേത്രം പോലെ എന്തോ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ആ ക്ഷേത്രത്തിലോട്ട് ആൾക്കാരിങ്ങനെ പോകുമല്ലോ. പൂജയൊന്നുമില്ല, അത് ക്ഷേത്രമായിട്ടല്ല അവിടെ പണിതേക്കുന്നത്. പണിത് വെച്ചേക്കുന്നുള്ളൂ, ക്ഷേത്രമൊന്നുമല്ല. ഇതല്ല, ഈ സൈഡിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെക്ക് ഡാം കെട്ടിയേക്കുന്നുണ്ട്, താഴേക്ക് വെള്ളമില്ലാത്ത. ഇപ്പോഴേ ഈ വൈഗാനദിയുടെ തീരത്താണ് മധുരൈ സിറ്റി. താറാവോ എവിടെ? താറാവാ. ആ അതെ അതെ. കുഞ്ഞുങ്ങളി കുളിക്കുന്നുണ്ടോ? വേണ്ട, വേസ്റ്റ് വെള്ളത്തിൽ കുളിക്കണ്ട. തോന്നുന്നു. താറാവ് വിളിക്കുന്നുണ്ടോ? കൂടെ ഇറക്കാം. അയ്യോ വേണ്ട. ആ ഈ പാലത്തിൽ നിന്നാ നല്ല വ്യൂ അല്ലേ. ഇവിടെ ഇഷ്ടം പോലെ കുറേ ഏരിയ കാണാം. മുത്തേ വഴി അറിയത്തില്ലെങ്കിലേ ഏതെങ്കിലും തമിഴ്നാട് വണ്ടിയുടെ പുറകെ പോയാൽ മതി എന്നാ ചിറ്റ പറഞ്ഞേക്കുന്നത്. ഇവിടെ പിന്നെ തമിഴ്നാട് വണ്ടി ഇല്ലേ ഉള്ളൂ. അത് ഏത് വണ്ടിയുടെ പുറകെ പോകണമെന്ന് ഇപ്പൊ കൺഫ്യൂഷൻ. ലേട്ടൻ അങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞേ. ചോദിച്ചു പോവാ. ഇപ്പൊ നമ്മള് വൈഗാനദിയുടെ മുകളിൽ കൂടെ പോകുന്നത്. ഇപ്രാവശ്യം കുഞ്ഞുങ്ങളെ എത്ര നദികൾ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ അതൊന്ന് ഇവരോട് പറഞ്ഞു ഏതൊക്കെ നദിയുടെ മുകളിൽ കൂടെ പോയെന്ന്. അത് ശരിയാ എന്ന് പറഞ്ഞു. ഈ അച്ഛയുടെ അമ്മയുടെ ഒക്കെ ഒന്ന് പറഞ്ഞു ഏതൊക്കെ നദി കണ്ടെന്നാ. അച്ഛ പോലും ഉറക്കം വരുന്നു, ഇത് പറഞ്ഞിട്ട് വേദന എടുക്കുന്നു, അങ്ങനല്ലേ കമ്പിളിപ്പതപ്പ് ഛർദിക്കാൻ വരുന്നു. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. കുഞ്ഞുങ്ങളെ അതൊക്കെ പറഞ്ഞു. ആ ഇതേ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞാൻ കുഞ്ഞുങ്ങളെ ഇപ്പൊ വിളിക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന നോനോ എന്നാ കേട്ടോ. ഈ തമിഴ്നാട്ടിൽ വരുന്നിടം വരെ ഉണ്ടല്ലോ നോനോ എന്ന് വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു നോനോയ്ക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നെ ഇനി നോനോ എന്ന് വിളിക്കണ്ട, ഞാൻ നോനോ അല്ല കുഞ്ഞിക്കിളിയാന്ന് പറയുന്നത്. അങ്ങനെ ചേട്ടാച്ചന് വേറെ പേരുണ്ട്, ജോജോ. ജോജോ. ഞങ്ങള് ഗാരോ ഭാഷയല്ലേ ഇവരെ വിളിക്കോളൂ. ഞങ്ങള് ദാമക്കുട്ടിയെ വിളിച്ചോളാം ഇനി. അതാ ശരിയാ, ദാമക്കുട്ടിയെ നോനോ എന്ന് വിളിക്കാം. അതെന്നാന്നറിയോ, ഗാരോ ഭാഷയില് പെൺപിള്ളേരെ വിളിക്കുന്ന നോനോ എന്നും ആൺപിള്ളേരെ ജോജോ എന്നുമാ വിളിക്കുന്നത്. ആ നല്ല പേരാണല്ലോ. ആ അതെ. മധുരൈ മാനഗരാച്ചി അരപ്പാളയം പേരുന്ത് നിലയം. പേരുന്ത് നിലയം ബസ് സ്റ്റാൻഡ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏതൊക്കെയാലും ഇവരോട് ആ നദിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും ഛർദിക്കാൻ വരുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞേ. പറഞ്ഞേ. ആ പറ. ഗംഗാ റിവർ. ആ ഗംഗാജി. പിന്നെ കാവേരി നദി, ബ്രഹ്മപുത്ര. ഗോദാവരി. ഗോദാവരി, കൃഷ്ണ റിവർ. കൃഷ്ണ. ആ പിന്നെ ഒരു മഹാനദി. മഹാനദിയോ? ആ മഹാനദി ഒറീസയില്. ടീസ്റ്റാ റിവർ. ടീസ്റ്റാ റിവർ. പിന്നെ എന്താ മറ്റേ ദൗക്കി റിവർ. ആ എത്ര നദികൾ കണ്ടു. ഇപ്പൊ അതണ്ട നമ്മള് ഇപ്പൊ കണ്ട വൈഗ നദി. അപ്പൊ എത്രയാണ്, ഒരുപാട് നദികൾ ഈ പ്രാവശ്യം നമ്മൾ കണ്ടു. കമ്പം, കുമളി, തേനി എല്ലാം റൈറ്റിലേക്ക്. ആ പാലത്തിന് അടിയിൽ കൂടെ റൈറ്റ്. ആ അതെ റൈറ്റ്. സിഗ്നൽ ഓണാ. മൂന്നാർ നേരെ, തേനി നേരെ. തേനിന്ന് മൂന്നാർ വേറെ റൂട്ടിൽ പോകും കേട്ടോ. നമുക്ക് തേനിന്ന് കമ്പം, കുമളി വഴിയാണ് നമ്മൾ പോകുന്നത്. ഞാനോർത്ത് നമ്മളിനി മൂന്നാർ പോകുന്നുണ്ടോന്ന്. ആ ഇല്ല, മൂന്നാറിലേക്ക് പോകണോ?
ആ വേണേ ഇപ്പോൾ മുന്നാർ മൂന്നാർ പോയി 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലോട്ട് പോകും. ആ വേണ്ട വേണ്ട ദിണ്ടിക്കൽ റൈറ്റിലേക്ക്, തിരുനെൽവേലി ലെഫ്റ്റിലേക്ക്, നമുക്ക് നേരെ തേനി നേരെ. അതൊരു ഹൈവേ അത്. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി റൈറ്റിലേക്ക് കേട്ടോ, ആ പാലത്തിനടിയിൽ. അച്ഛൻ എത്ര സംസ്ഥാനങ്ങളിൽ പോയി? അച്ഛൻ എത്ര സംസ്ഥാനങ്ങളിൽ പോയി നമുക്കൊന്ന് നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അച്ഛേ 18 സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളി ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളിൽ പോയി? നിങ്ങൾ എത്ര പോയി? എത്രയാ? കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ. അതെ, മറന്നുപോയോ? കുഞ്ഞുങ്ങളി 16 സംസ്ഥാനങ്ങളിൽ പോയി. അതില് 15 സംസ്ഥാനങ്ങളിലും കുഞ്ഞുങ്ങളി ലോറിയലാ പോയത്. ആ എന്നാലും വേറൊരു കാര്യമുണ്ട്, ഞാൻ പോവാത്ത 2 സംസ്ഥാനങ്ങളിൽ കുഞ്ഞുങ്ങളി പോയി. പോവുകയും ചെയ്തു, ഛത്തീസ്ഗഡും ജാർഖണ്ഡും. അതെ അതെ അതെ. നിന്റെ എല്ലാ പൈസ അച്ഛനോട് മേടിച്ചു തരണോന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ. അതുമല്ല, അച്ഛൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ 18 സംസ്ഥാനങ്ങളിൽ പോയ കുഞ്ഞുക്കളിക്ക് 9 വയസ്സേ ആയുള്ളൂ. ചെലവുണ്ട്. ഞാൻ ചെലവില്ല, ഞാൻ താമക്കുട്ടിക്ക് ചെലവില്ല. രാമൻകുട്ടിക്കോ? ആ ഞങ്ങള് വണ്ടിയിൽ കൊണ്ടുപോയി രാമക്കുട്ടിക്കാണ് ചെലവ്. ആ പൈസ കിട്ടുമ്പോ താമക്കുട്ടിക്ക് ചെലവില്ല. പൈസ കിട്ടുമ്പോഴോ? എവിടുന്ന് പൈസ കിട്ടുമ്പോ? ഇൻട്രോയുടെ കാശ്. ഇൻട്രോയുടെ കാശ്. ചില ഇൻട്രോയ്ക്കൊക്കെ ഒട്ടും ഊർജ്ജം ഇല്ലായിരുന്നു. അതിന്റെ ഞങ്ങള് വെട്ടി കുറയ്ക്കും അല്ലേ? ആ അതിനൊരു 50 രൂപ തന്നു. 50 രൂപ പറഞ്ഞു. കുഞ്ഞിക്കണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾ പോലും കേൾക്കുന്നില്ലടാ ഇത്. അവൻ അച്ഛൻ മാത്രം കേൾക്കാൻ വേണ്ട സ്വരത്തിലാ പറയുന്നത്. ഇതൊക്കെ നല്ല സ്ഥലം, ഒരു വീട് വെക്കാന്നാ കുഞ്ഞുങ്ങൾ പറഞ്ഞേ. ആണോ? ഈ എന്ത് രസമല്ലേ കാണാൻ. നല്ല അടിപൊളി ഒരു ലേക്ക്, എന്ത് രസമാണെന്ന് നോക്കിയേ. ചുറ്റിനും ആ മരത്തിലെല്ലാം ചെറിയ മഞ്ഞപ്പൂവുണ്ട്. ഈ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നുണ്ടോ? ഇവിടെ ബോട്ടിങ്ങിന് പറ്റിയ അടിപൊളി ഒരു ലേക്കാട്ടോ ഇത്. എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. നല്ല കാറ്റ് ഇവിടെ നിന്നിട്ട് ഉണ്ടോ, കാറ്റത്ത് ആ ഓളം വെട്ടുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ ആണേലും സൈഡിൽ മുഴുവൻ വേസ്റ്റാണ്. ഇതൊരു ഭയങ്കര സങ്കടകരമായൊരു കാഴ്ച. രാമക്കുട്ടി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. രാവിലെ നെറ്റിയിലൊരു വലിയ പൊട്ടൊക്കെ തൊട്ടായിരുന്നു. ഞങ്ങളൊരു സൈഡിൽ കട്ടിലേന്നൊന്ന് വീണതാണ്. നല്ലപോലെ മുഴച്ചു നെറ്റി. ഇതിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞാ. ഇതേ കാണാനൊക്കെ നല്ല രസം. ഇതുകൊണ്ട് ഈ വെള്ളത്തിൽ ആമ്പലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പൂവൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അമ്മ ഞാൻ ഈ വെള്ളത്തിലിറങ്ങാൻ ഇത് കൊള്ളത്തില്ല. നല്ല വെള്ളമല്ല, ചീത്ത വെള്ളം. നമുക്ക് നല്ല വെള്ളത്തിൽ ഇറങ്ങാം. ആ നല്ല വെള്ളത്തിൽ ഇറങ്ങാം. നമുക്ക് ചേച്ച വെള്ളത്തിൽ മുക്കിയാലോ? അയ്യേ വേണ്ട. വേണ്ടേ? വെള്ളത്തിൽ ഇറങ്ങേണ്ട ആള് ചേട്ടൻ. ആ ഫീഫി വാട്ടർഫോൾസിലെ വെള്ളമൊക്കെ എന്നാ നല്ല വെള്ളമായിരുന്നു അല്ലേ. ഇതാണോ ഉസിലാമ്പട്ടി? ഉസിലമ്പട്ടി ടൗണിലേക്ക് ചെല്ലുന്നുള്ളൂ. പറയാം ഉസിലാമ്പട്ടി പെൺകുട്ടി. ആ പാട്ടൊന്ന് പാടിക്കേ. കറക്റ്റായിട്ട് അറിയുന്നത് ഏട്ടനാ. ഒന്ന് പാടിക്കാ പാട്ട്. ഓ ഞാൻ മറന്നുപോയി. ഉസിലമ്പട്ടി പെൺകുട്ടി മുത്തുപ്പേച്ചി. മുത്തുപ്പേച്ച്. അത് കറക്റ്റാണോ? അത്രയും കറക്റ്റാ. അത് കഴിഞ്ഞിട്ടുള്ള എനിക്കറിയില്ല. ഉസിലമ്പട്ടിക്കൊക്കെ ബൈപ്പാസ് പണിയേണ്ട കാലം കഴിഞ്ഞു. വഴി മോശം. ഇവിടെ കുറച്ച് ദൂരം. നമ്മൾ ഉസിലമ്പട്ടിയും കഴിഞ്ഞു. ഇനി ഏത് ആണ്ടിപ്പട്ടിയോ? ഇനി ആണ്ടിപ്പട്ടി തേനി. തേനിന്ന് പിന്നെ ചിന്നമന്നൂർ, ഉത്തമപാളയം, കമ്പം, കുമളി. വണ്ടിയിലേക്ക് നോക്കിയോ? അത് ശരിയാണല്ലോ. അത് പിക്കപ്പ്. അത് മൊത്തം ആടാ. അടിയിലും മുകളിലും. മൊത്തം ആടല്ല, മുകളിൽ ആൾക്കാരുണ്ട്. ആ മുകളിൽ ആ 3 പേരേ ഉള്ളു. അതിൻ്റെ പുറയിലും ആടാ. ആ ശരിയാ. ഞങ്ങളെ ചെന്നൈയിൽ വന്നപ്പോഴേ കുഞ്ഞിക്കിളിയുടെ മനസ്സറിഞ്ഞ പോലെ ദിലിയാൻറ്റി അവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? കുഞ്ഞിക്കിളി ബിരിയാണി എന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കും അല്ലേ. ചെന്നൈ എന്ന് ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം ഞങ്ങൾ ഇന്നലെ പോരാൻ നേരം പൊതിച്ചോറ് തന്നു വിട്ടു. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം കാണുമ്പോൾ ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കാൻ തോന്നുമല്ലോ. ആ കപ്പ. അതെ, കുഞ്ഞിക്കിളി കപ്പ. രാമക്കുട്ടി കുഞ്ഞിക്കിളി ഇതാ ഇനി ഞങ്ങളുടെ നോന കേട്ടോ, രാമിക്കുട്ടി. ആ മലയിലോട്ടൊക്കെ നോക്കി എല്ലായിടത്തും നല്ല പച്ചപ്പായി അല്ലേ. ഇവിടെയൊക്കെ മഴ പെയ്ത് നല്ലപോലെ. ആനിമൽ ക്രോസിംഗ് സോണൊക്കെയാണ്. ഗോ സ്ലോ. ഈ റൂട്ട് കണ്ടോ എന്നാ രസമല്ലേ. നല്ല രസമുണ്ട്. മധുര, തൈനി, കമ്പം അങ്ങ് വരെ നല്ല രസമായിരിക്കും. ഇതുപോലെ തന്നെ. മഞ്ഞ് കാണുന്നത് നമ്മുടെ കേരളമാണോ? അത് കേരളമാണോ? അത് ചിലപ്പോൾ മേഘമലയാണോ എന്ന് സംശയമുണ്ട്. ആ കുഞ്ഞിക്കിളി ഉറങ്ങിയോ? ആ വലിയ നോന ഉറങ്ങി. നോനൊന്നും കേൾക്കണ്ട.
കുഞ്ഞ് ചേച്ചി ഉറങ്ങി. ഭയങ്കര കാറ്റാണല്ലോ. ഇത് ആണ്ടിപ്പട്ടി ബസ് സ്റ്റാൻഡാ. ഇതിലേക്ക് ഒരുപാട് ജീപ്പും കൊണ്ട് ഓട്ടം വന്നിട്ടുള്ള. മുത്തേ അച്ഛ കട്ടപ്പന കമ്പം തേനിയെല്ലാം കുറേ കിടന്ന് കറങ്ങിയതാട്ടോ. അച്ഛ മാത്രമല്ല കൊച്ചായും ചേട്ടനും അനിയനും. വൈകിടാം 6 കിലോമീറ്റർ, തേനി 15. വൈകിടാമൊക്കെ നമ്മൾ ഇന്നലെ പോയതല്ലേ. അച്ഛടെ മടിയിലിരിക്കുന്നോണ്ട് ചെറിയൊരു കുശുമ്പ്. ഇങ്ങോട്ട് പോകാം അമ്മക്കുട്ടി. നോനോ അയ്യോ ചേച്ചക്കിട്ടൊരു അടിയും കൊടുത്തു. ഇതാ കുഞ്ഞിക്കിളിയെ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ ചെല്ലുമ്പം ചേട്ടൻ്റെ നിന്നും അനീതിയുടെ നിന്നും എനിക്കിട്ട് കിട്ടുമെന്ന്. ഇവിടെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മുടെ കേരളം പോലെ തന്നെ. അതുപോലെ തന്നെ തെങ്ങും തോപ്പും വാഴത്തോപ്പും ഒക്കെ ആയിട്ട് പച്ചപ്പുല്ല് കിടക്കുക. അപ്പോൾ തേനി എത്തി നമ്മൾ ഊണ് കഴിക്കാനായിട്ട് നിർത്തിയതാ. വിശക്കുന്നവരൊക്കെ ആദ്യമേ പോയതേ, കുഞ്ഞിക്കിളിയൊക്കെ മുന്നേ പോയി. നാട്ടുകോഴി ബിരിയാണി കഴിക്കാൻ കയറുന്നത്. പക്ഷെ നാട്ടുകോഴി ബിരിയാണി ഇവിടെ ഇല്ല. സാധാ ബിരിയാണി മേടിച്ചു. ഞാനും ക്യാമറാമാനും 2 മീൽസും മേടിച്ചു. ബാക്കി എല്ലാവരും ബിരിയാണി മേടിച്ചു. 3 ചിക്കൻ ബിരിയാണി 2 മട്ടൻ ബിരിയാണി. താമക്കുട്ടിക്കാണെങ്കിൽ ചോറ് കൊടുത്തിട്ട് വേണ്ട, നീ ബിരിയാണി കൊടുത്ത് നോക്കിയേ. കുഞ്ഞിക്കിളി എരിവൊന്നും ഇല്ലാത്ത ബിരിയാണി കേട്ടോ. കുഞ്ഞിക്കിളി അതാ കയറിയപ്പോഴേ ചോദിച്ചത് കഴിഞ്ഞ ദിവസം മേടിച്ച കൂട്ടി എരിവുള്ള ബിരിയാണിയാണോന്ന്. തണുപ്പും കുറച്ച് എരിവുള്ള ആണെങ്കിലും കുഴപ്പമില്ല. തണുത്ത വെള്ളം ഒരു കുപ്പി മേടിച്ച് വെക്കാൻ വേണ്ടി ചോദിച്ചാ. ആ അതെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിലെ സ്റ്റാഫാണ് ഇവരെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. പേര് ബാലസുബ്രഹ്മണ്യൻ. ജെറി. വീട് എവിടാ? വീട് ലോവർ ക്യാമ്പ്. ലോവർ ക്യാമ്പ്. ആ അപ്പം നമ്മുടെ ഇവിടെ തന്നെ കേട്ടോ. ഈയുടെ വീട് പെരിയകുളം. ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. சேஃபா ட்ரைவ் பண்ணுங்க. താങ്ക് യു. ഇത് ഒരാളുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പേരെന്നാ? മുരുകപ്പാണ്ടി. ആ അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വന്നൊരു സംശയം വന്ന് എന്നോട് ചോദിച്ചു, ലോറി ഓട്ടുമില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്തോന്ന് വിളിക്കട്ടെ? അപ്പം നമ്മൾ തേനി എത്തി. ഇനി ചിന്നമന്നൂർ പാളയം കമ്പം തേനി ബസ് സ്റ്റാൻഡ്. അത് ഇതെവിടെ ദാമക്കുട്ടി? തേനി 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 വാവ എന്ത്? ഏത് വാവ? ഇമാജിനേഷൻ വാവയൊക്കെ വാവ വെച്ചോ? പാട്ട് പാടിക്കോ ഉറങ്ങാന്. മൈക്ക് ചോദിച്ച് മേടിച്ച് വെച്ചേക്കുന്നതാണോ? ആ ശരി. കുമളി 58, മൂന്നാർ റൈറ്റിലേക്ക് 80 കിലോമീറ്റർ കേട്ടോ. ഇവിടെ നമുക്കേ റൈറ്റിലേക്ക് പോയാൽ പൂപ്പാറ വഴി, ബോഡിമെട്ട് പൂപ്പാറ വഴി മൂന്നാർ 80 കിലോമീറ്റർ. നമ്മൾ നേരെ പോകും കമ്പം. ഇപ്പം ഈ റൂട്ട് നമ്മൾ വരുമ്പോഴേ ഇവിടുന്ന് റൈറ്റ് പോയാൽ ബോഡിമെട്ട്, അത് കേരള ബോർഡറാണ്. പിന്നെ നേരെ കമ്പം ചെന്നിട്ട് കമ്പത്തുനിന്ന് റൈറ്റ് കയറിപ്പോയാൽ കമ്പംമെട്ട്, അതും ഒരു കേരള ബോർഡറാണ്. അപ്പോൾ കമ്പത്തുനിന്നും തിരിയാതെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ കുമളി, അത് 3ാമത്തെ കേരള ബോർഡർ. ഞാൻ കേട്ടോ എന്ത് ചേച്ചക്കുട്ടി ഉറങ്ങിയോ? ചേച്ചക്കുട്ടി എന്ത് വാ വെച്ചോ? ആ അവിടെ ഉണ്ടോ? കാണുന്നില്ലോ തല നല്ലപോലെ. കുഞ്ഞുങ്ങളെ നമ്മളെ അധികം താമസിയാതെ നമ്മൾ കേരളത്തിലേക്ക് കയറും. എത്ര 26 ദിവസങ്ങൾക്ക് ശേഷം. വീട്ടിലേക്ക്
നോനോ നോനോ ബാബ കൂർക്കം വലിക്കുന്നുണ്ടോ വാവ? എങ്ങനെ കൂർക്കം വലിക്കുന്നത്? ബാവ കൂർക്കം വലിക്കുന്നൊന്നും പറയണ്ട, അച്ഛ കൂർക്കം വലിക്കുന്നൊന്ന് കാണിച്ചേ. കൂർക്കം വലിക്കുന്നതാ കുട്ടി. ഒന്നൂടെ ഒന്നും കൂടെ. അത് ശരിയായില്ല. ഒച്ച ഒന്നും കേൾക്കുന്നില്ല. ചിന്നമന്നൂർ 2 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്, മേഘമല 35 കിലോമീറ്റർ. മേഘമല ഒരു ഹിൽ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ. നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നലെ ആ മേഘമല വന്നത് അങ്ങോട്ട് ഇന്ന് പോന്നാ പോരായിരുന്നു? അതെ, നമ്മുടെ രാവിലെ എന്നോട് പറയുന്നത് തന്നെ. ആണോ? നമ്മുടെ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ്. മൂന്നാറിൻ്റെ അത്രയൊക്കെ അല്ല, എന്നാലും അതുപോലെ തേയിലയും ഒക്കെയുള്ള ഒരു തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ചിന്നമന്നൂർ ബൈപ്പാസ് ചെയ്തു കേട്ടോ. നേരത്തെ പഴയ ടൗണിൽ കൂടെ ആയിരുന്നു വഴി, ഇപ്പം ഇത് ബൈപ്പാസാണ്. ഇതുണ്ടോ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നിൽക്കേ, ഇടിച്ച് തീർന്നു പോയി. അയ്യോ. കുമളി 40 കിലോമീറ്റർ, കോട്ടയം 149 കിലോമീറ്റർ, ശബരിമല 168. കോട്ടയേ ആ, ആദ്യം ചെല്ലും നമ്മൾ ശബരിമലക്കല്ലേ, എന്നിട്ടല്ലേ കോട്ടയത്തോട്ട് പോകുന്നേ? ആദ്യം ശബരിമലയ്ക്ക് പോയിട്ടാണ് കോട്ടയത്തിന് പോകുന്നത്. അല്ല, ഇങ്ങനെ കിടമ്പോൾ അടുത്ത സ്ഥലം ശബരിമലയല്ലേ? അല്ലേ? അടുത്ത സ്ഥലം ശബരിമല എന്ന് പറഞ്ഞാൽ മുണ്ടക്കയം ചെന്നിട്ട് എരുമേലി ചെന്ന് അങ്ങനെ അങ്ങോട്ട് ദൂരമില്ലേ. ഓ, ഇത് നേരെ പോയപ്പോഴേ കോട്ടയം. അങ്ങോട്ട് നോക്കിയേ, എന്നാ അടിപൊളി സ്ഥലങ്ങളാന്ന് നോക്കിയേ. ആ പച്ച പുല്ലിന്റെ കളർ കണ്ടോ, ആ ചെറിയതായിട്ടുണ്ട്. ഇതിപ്പം ലോറി ഇരുന്നും കൂടെ ആയിരുന്നു എടുക്കുന്നതെങ്കിലുണ്ടല്ലോ ഇച്ചിരി അടിപൊളിയായനെ. ആ മേഘമൊക്കെ ഇങ്ങനെ മല തൊടുന്ന പോലെ ഇരിക്കുന്നു. അതാ മേഘമല കേട്ടോ, ആ സൈഡിൽ കാണുന്ന മേഘമല. ആണോ? ആ, നിങ്ങൾ ഇന്നാള് പോയതല്ലേ മേഘമലക്ക്? ആ, മേഘമൊക്കെ കണ്ടില്ലേ? അതാ മേഘമല കണ്ടില്ലേ? ഞങ്ങളിപ്പോഴേ മേഘങ്ങളുടെ ആലയത്തിൽ പോയിട്ടാ വരുന്നത്. മേഘാലയ, ഇത് മേഘമല. ഇത് മേഘങ്ങളുടെ മല, മേഘമല. അതെ, ഞാൻ നോക്കിട്ട് പാറ മാത്രമേ കാണുന്നു, പാറമലയൊന്നും അല്ല പറയണം. അവിടെ എല്ലാം തേയിലത്തോട്ടവും ഏലത്തോട്ടവും എല്ലാം ഉണ്ട്. നമ്മള് ഏലപ്പാറയൊക്കെ ചെന്ന പോലെ, ഏലപ്പാറ പീരുമേടൊക്കെ പോലെ. നമുക്കിട്ട് ഇതുണ്ടോ? എന്ത് രസം ആട്ടുമാമ വരുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ നമുക്ക് വിളിച്ചോണ്ടായിരുന്നു. കുഞ്ഞിനെ പിടിച്ചോണ്ട് പോവാ. ആട്ടിടയും വരുന്നുണ്ട്. അതെ, നമുക്കേ സൂര്യാമ്മയ്ക്ക് ആ പശുക്കുട്ടി ഒരെണ്ണത്തിനെ മേടിച്ചു കൊടുക്കാം കുഞ്ഞിന്. എനിക്കൊരു പൂച്ചക്കുട്ടി. പശു അല്ല, അത് മുരിയ. പശുമാമയും ആട്ടുമാമയും. നമ്മളിപ്പോൾ ഉത്തമപാളയം കഴിഞ്ഞു. ഇനി അടുത്ത കമ്പം, ഗൂഡല്ലൂർ, ലോവർ ക്യാമ്പ്, കുമളി. ഇപ്പം നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോഴേ തേനി കഴിഞ്ഞോട്ടോ. തേനിയുടെ ബൈപ്പാസ് പണി തീർന്നിട്ടില്ല. ചിന്നമന്നൂർ ബൈപ്പാസ്, ഉത്തമപാളയം ബൈപ്പാസ്, കമ്പം ബൈപ്പാസ്, ഇത്രയും ബൈപ്പാസ് വന്നുകൊണ്ട് പെട്ടെന്ന് കുമളി എത്തും. ഇതിപ്പം കമ്പം ബൈപ്പാസിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയാൽ കമ്പം ടൗൺ വഴി പോകും. കുമളി 28 കിലോമീറ്റർ, കോട്ടയം 137, ശബരിമല 156. കേരളത്തിൽ കയറിയില്ല, കുറച്ചുകൂടെ കഴിയും. കുമളി ചെല്ലുമ്പോൾ നമ്മൾ കേരളത്തിൽ കയറും. നമുക്കുള്ള പച്ചക്കറിയാ നീ പോകുന്നത്? അതെ അതെ, കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിയാ. കോവയ്ക്കാന്ന് തോന്നുന്നു. ഇത് കോമ്പയിലേക്ക് പോകുന്ന വഴിയാണ്, റൈറ്റിലെ കോമ്പൈ. നമ്മളിതിലെ പണ്ട് പോയാൽ ഓർക്കുന്നുണ്ടോ? നല്ല രസമാണ്, നല്ല രസമുള്ള ഒരു വഴിയാ, ചെറിയ വഴിയാ, നല്ല രസമാണ്. നമ്മളന്ന് അവിടെ വന്നാണല്ലോ മൗലിവശത്ത് ഇത് കാണുന്നേ, രാമക്കൽമേട്. അത് തന്നെ, അത് തന്നെ. ഇതുണ്ട് റൈറ്റിലേക്ക് കമ്പംമട്ട് 13 കിലോമീറ്റർ. ഇത് ഒരു കേരള ബോർഡറാണ് കമ്പംമട്ട്. അപ്പോൾ നമ്മൾ ബോഡിമട്ട് പോകുന്ന വഴി അപ്പുറം കണ്ടു. ഇത് റൈറ്റിലേക്ക് പോയാൽ കമ്പംമട്ട് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് നേരെ പോയാൽ കുമളി. അങ്ങനെ 3 ബോർഡറുകൾ ഈ വഴി വരുമ്പം കാണാം കേരളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമ്മുടെ മലനിരകളൊക്കെ ആയിരിക്കും കാണുന്നത്. ലൈലൻഡിൻ്റെ ബസ് ചേസാണ്. ഞങ്ങളെ ഇങ്ങോട്ട് വന്നപ്പോഴേ കുറേ ദിവസം കൂടി ആദ്യമേ KL വണ്ടി കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. അതെ അതെ. മുന്തിരി ഉണ്ടോ? ഇത് റൈറ്റ് സൈഡ് മുന്തിരിപ്പാടോ? എന്നാ ഇവിടെ നിർത്ത്. മുന്തിരിത്തോട്ടം കണ്ടേ? ഞാൻ ആദ്യമായിട്ടാ മുന്തിരിത്തോട്ടത്ത് കയറുന്നത്. മുന്തിരിത്തോട്ടം കണ്ടിട്ടില്ലേ? ഇല്ലില്ല, ഇന്നലെ വന്നപ്പോ കാണാൻ വെച്ചു, പക്ഷെ സന്ധ്യ ലേറ്റ് ആയിരുന്നു. കണ്ടില്ല. പക്ഷെ ഇതിനകത്തോട്ട് കയറ്റി വിടത്തില്ലല്ലോ.
അങ്ങോട്ട് കയറത്തില്ല. കണ്ടോ എല്ലാം ഏകദേശം ഒരേ പരുവായ മുന്തിരികളാണ് അല്ലേ? ഒരു ഈച്ച പോലും ഇല്ല. ഈച്ച പിടിക്കുകയല്ല, അതിനുള്ള പണി അവർ ചെയ്തിട്ടുണ്ട്. ഈച്ചയും കീടങ്ങളൊന്നും പിടിക്കാതിരിക്കാനുള്ള. അതുകൊണ്ടാ ഇത് കൂടുതലൊരു ബൈപ്പാസാ. അതെ ദാമക്കുട്ടി എന്തിനാ കയറുന്നത്? ദാമക്കുട്ടിക്ക് മുന്തിരി വേണോന്ന്. ഇതുണ്ട്, ഇതെല്ലാം മുന്തിരിത്തോട്ടാ ഇവിടെ രണ്ട് സൈഡിലും. കുഞ്ഞികളേ നമുക്കിത് ഈ മല കയറിയാ പോണ്ടേ. ഈ മല കയറി ചെല്ലുന്ന കേരളമാണ്. അങ്ങാകലെ കാണുന്ന മല കണ്ടോ? അത് കയറി ചെല്ലുന്ന കേരളമാണ്. ആ കൊച്ചിനെ ആരാ വഴക്കുണ്ടാക്കിയേ? ദാമക്കുട്ടി ആരാ വഴക്കുണ്ടാക്കിയേ? സൂര്യാമ്മയാണോ? ഓ സൂര്യാമ്മയ്ക്ക് ഒറ്റ കൊടുത്തു കഴിഞ്ഞപ്പോഴാ കൊച്ചിന്റെ കാർച്ച് നിന്നത്. ഇതാണ് ലോയർ ക്യാമ്പ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വനമാണ് കുമളി വരെ. ഇതുണ്ട് കുഞ്ഞിക്കിളി, ആനയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞിക്കിളി ഇവിടെ തൊട്ട് നമ്മൾ കയറ്റം കയറാൻ തുടങ്ങുക. അപ്പോൾ ഈ കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പം കേരളമായി, കുമളിയായി. കോട്ടയം അവിടുന്ന് പിന്നെ കുറച്ച് നേരം കൊണ്ട് 2-3 മണിക്കൂർ കൂടെ മതി കോട്ടയത്തിൽ നമ്മൾ. ഇതുണ്ടോ, ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്ന പൈപ്പാ, പെൻസ്റ്റോക്ക് പൈപ്പുകൾ. കുഞ്ഞിക്കിളിയേ കുരങ്ങൻ കയറി വരും കേട്ടോ, നോക്കണം. ഇതാണ് ഇരച്ചിപ്പാലം, മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടേക്കുന്ന. കുരങ്ങനെ കണ്ടോണ്ട് ഇതാന്നിരിക്കുന്നത്. കണ്ടില്ലല്ലോ അല്ലേ ചോദിച്ചേ? ഞാൻ കുരങ്ങനെ കണ്ടില്ലെന്ന്. ഇപ്പം നമ്മളങ്ങനെ കുമളി എത്തി. ഇപ്പം ആ ബോർഡിനപ്പുറം കേരളമാണ്. കേരളത്തെ ആ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴേ കേട്ടോ കേരളത്തിൽ അങ്ങോട്ട് ബോർഡറിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം ഇവിടെ വരെ തമിഴ്നാട് വണ്ടികളൊക്കെ ഇവിടെ വരെ വരും. ഇവിടം തമിഴ്നാടാണ്. അപ്പോൾ ഇതേ കുമളി പോലീസ് സ്റ്റേഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കയറി. ഇത് ചെക്ക് പോസ്റ്റ്, എക്സൈസ് ചെക്ക് പോസ്റ്റ്, RT ചെക്ക് പോസ്റ്റൊക്കെയാണ്. നിങ്ങളേ അപ്പോൾ അങ്ങനെ നമ്മൾ 26 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ കയറി. കുമളി ബസ് സ്റ്റാൻഡായത്. ഇതേ രണ്ടുപേര് നല്ല പരിചയമുണ്ടല്ലോ. ഒരു കൈ കാണിച്ചോ? ഇവിടുന്ന് നമ്മൾ വലത്തേക്ക് പോയാലും വണ്ടമ്മേട്, നെടുങ്കണ്ടം, മൂന്നാറൊക്കെ പോവാം. നേരെ പോയാൽ KK റോഡ് കോട്ടയം. ഇപ്പോഴേ ഇവിടെ കുമളിയില്ലേ നല്ല തണുപ്പാണ്. നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയാൽ നമ്മളിവിടെ എവിടെ നമ്മളെ ഷില്ലോങ് ഒക്കെ ചെന്ന പോലെ ആ ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് ഇതേ തേക്കടിക്ക് ഇത് 4 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ലെഫ്റ്റിലേക്ക്, മുന്നേന്ന് ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ. ഇതാണ് തേക്കടി കവല. ഈ ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ തേക്കടി. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വരാം അല്ലേ? 2 ദിവസം നമുക്ക് പിന്നെ വരാം. ഇപ്പം നിങ്ങളെല്ലാവരും കൊണ്ടുപോകണ്ടേ? ഞങ്ങൾ തന്നെ വന്നോളാം. ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് 2 ദിവസം ഇങ്ങോട്ട് കയറിയിട്ടൊരു മോഡലാണല്ലോ. മോഡലാ. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ. നമ്മുടെ തേയിലത്തോട്ടമൊക്കെ കണ്ട മലകളുടെ മുകളിലൊക്കെ എന്തൊരു രസമാണ്. കുഞ്ഞിക്കിളി, ആസാമിൽ നമ്മൾ കണ്ട തേയിലത്തോട്ടം ഇങ്ങനെയായിരുന്നോ? നോക്കിയേ തേയിലത്തോട്ടം എന്നാ രസമാണ്. രസമാണോ? സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഗവി പോകുന്നത്. ഇതുണ്ടോ, ലെഫ്റ്റിലേക്ക് പോയാൽ ഗവി. പെരിയാറായത് വണ്ടിപ്പെരിയാർ. അതിലെ വള്ളക്കടവ്, പുല്ലുമേട് അങ്ങനെ പോവും ഗവിക്ക്. അതിലേ പോയി പത്തനംതിട്ട ഇറങ്ങാം, ആങ്ങമൊഴി ഇറങ്ങാം. നമ്മൾ അതിലേ കയറി ഇവിടെ വന്ന് ഇറങ്ങി ഇന്നാളൊരു പ്രാവശ്യം. ഇതുവഴി വരുമ്പോൾ ഇവിടെ ഏറ്റവും രസം കാണാനും എനിക്കിഷ്ടം. ഇപ്പം നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. മഴ ആയതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തു നിന്ന് വരികയാണെങ്കിൽ കുട്ടിക്കാനത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ വരണം ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലേക്ക് എത്തണമെങ്കിൽ. നമ്മൾ മുണ്ടക്കയത്തു നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ കൂട്ടാൻ പോയ ആൾക്കാരെല്ലാം പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നമ്മൾ എവിടെ വെച്ചായിരുന്നു ചേച്ചി? വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അവിടെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങളിതേ ഇപ്പോൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ അല്ലേ 26-ാം ദിവസമാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ 2ാമത്തെ ദിവസം തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞങ്ങൾക്ക് കുളിച്ച് റെസ്റ്റൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് ഉറങ്ങണം അല്ലേ കുഞ്ഞിക്കിളി? അല്ലേ? അപ്പം നാളെ നമ്മൾ താമസിച്ച് കേൾക്കത്തുള്ളൂ. അയ്യോ, അവരിപ്പൊ രാവിലെ എഴുന്നേക്കും എല്ലാരും. അല്ല, ഞാൻ രാവിലെ കേൾക്കുന്നു. സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും. എന്നെ വിളിച്ചേക്കല്ലേ കേട്ടോ. ഞാൻ ദാമക്കുട്ടീനെ വിളിച്ചോ. ആ
അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.